ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പ്രത്യേക സംഘം തൽക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കില്ല എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടേണ്ട എന്നാണ് തീരുമാനം. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെ എന്നും ശേഷം തുടർ നടപടിയെന്നും DGP പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. ഭരണസമിതി ഒന്നടങ്കം ഒഴിഞ്ഞില്ലെങ്കിലും പരസ്യ പ്രതികരണത്തിന് അമ്മ തയ്യാറായിട്ടില്ല. പരാതികൾ ആരോപണ വിധേയർ ഒറ്റയ്ക്ക് നേരിടണം എന്നാണ് നിലപാട്. പുതിയ ഭരണസമിതിയെക്കുറിച്ചും ചർച്ചകൾ അമ്മയിൽ സജീവമാണ്. കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷം മാറ്റാനും, അമ്മയുടെ ഓണാഘോഷം കൊച്ചിയിൽ പറഞ്ഞിരുന്നു, അത് മാറ്റിയേക്കും. കാരണം അമ്മ നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അമ്മയ്ക്ക് ഭരണസമിതി അവർക്ക് എക്സിക്യൂട്ടീവ് യോഗം വിളിക്കാൻ പോലുമുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവരെല്ലാവരും രാജിവെക്കുന്നു. അഡ്ഹോക് സമിതിയായി, അതായത് ഒരു താൽക്കാലിക സമിതിയായി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. മോഹൻലാലൊക്കെ വളരെ വികാരഭരിതരായാണ് നടന്മാരോട് പ്രതികരിച്ചത്, സഹപ്രവർത്തകരോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മോഹൻലാലൊക്കെ വലിയ മെന്റലി അവരൊക്കെ വളരെ പ്രശ്നങ്ങളിലാണ്. എന്തായാലും ഈ അമ്മ പോലൊരു സംഘടന ഒന്നടങ്കം അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും എന്നുള്ളതാണ്. നമുക്ക് ആദ്യം വിനോദിലേക്ക് പോകണം. വിനോദ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സിദ്ദിഖിനെതിരായ കേസാണ്. മ്യൂസിയം പോലീസ് ഗൗരവമുള്ള വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനും മറ്റും. മൊഴിയെടുക്കുക, നടിയുടെ മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കണം, ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി, അല്ലേ? രഞ്ജിത്ത്, ആ നിലയ്ക്കാണ് ഇപ്പോൾ മ്യൂസിയം പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കും. കാരണം ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതും അതിന്റെ അന്വേഷണത്തിനുമായാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുറ്റങ്ങളായി ചുമത്തിയിട്ടുള്ളത്. 2016 ജനുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കാര്യമാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഈ ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കടുത്ത നിയമ നടപടിയാണ് നേരിടേണ്ടി വരിക. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് സിദ്ദിഖ് പോകുമോ? നേരത്തെ മുൻകൂർ ജാമ്യത്തിന് പോകുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലും സംഭവിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന്റെ നടപടികൾ എങ്ങനെയെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമുണ്ട്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി തുടർന്നുള്ള നടപടികൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ നേരത്തെ തന്നെ യുവനടി പല ഘട്ടങ്ങളിലായി പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടായ പശ്ചാത്തലം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്താണ് രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര നടിയുടെ പരാതിയിലും കേസെടുത്തിരുന്നു. അതും ബലാത്സംഗ കുറ്റം തന്നെയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിലും നേരത്തെ കേസെടുത്തത്. ഇത്തരം പരാതികളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു യുവനടനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ജൂനിയർ ആർട്ടിസ്റ്റാണ് ഉന്നയിച്ചത്. ലൈംഗിക ആരോപണത്തിലും പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിലെ IPS ഉദ്യോഗസ്ഥയായ പൂങ്കുഴലി പരാതിക്കാരിയോട് നേരിട്ട് സംസാരിക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ഡോങ്റെ അവർ ഫോണിലൂടെ ഈ പരാതിക്കാരിയുമായി സംസാരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ മറ്റ് കേസുകളിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുകയും അതിൽ ലഭിച്ച പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ നടന്മാർക്കെതിരെ FIR വരുന്ന നിലയുണ്ടാകും. ബലാത്സംഗ കുറ്റങ്ങൾ കൂടുതൽ ആളുകൾക്കെതിരെ ചുമത്തുന്ന നിലയുണ്ടാകും. അമ്മയെ സംബന്ധിച്ച്, അമ്മ എന്ന സംഘടനയെ, AMMA എന്ന ഈ സംഘടനയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒന്നോ രണ്ടോ ആളുകൾക്കെതിരെയല്ല, തുടർച്ചയായി നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരികയും അത് FIRകളാകുകയും ചെയ്യുന്ന വലിയ പ്രതിസന്ധിയിലൂടെ
ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നടന്മാർ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അതും ബലാത്സംഗ കുറ്റം ചുമത്തി പ്രധാനപ്പെട്ട നടന്മാർ ബലാത്സംഗ കുറ്റം ചുമത്തി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മയിലും ഭിന്നത അതിരൂക്ഷമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ. കാരണം ഈ നിയമ നടപടികൾ നേരിടട്ടെ എന്ന നിലയ്ക്ക് ഒരു സംഘം ആളുകൾ നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ കേസെടുക്കാതിരുന്നതിൽ, അല്ലെങ്കിൽ കോടതി നടപടി വരെ കാത്തു നിൽക്കുന്നതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിടുക്കത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അവർക്ക് ഇതിന്റെ ചുമതല നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് നമുക്കറിയാം. വിനോദ്, വിവിധ സ്റ്റേഷനുകളിലായി ഏതാണ്ട് 17ഓളം കേസുകൾ ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മറ്റുമായി 17ഓളം കേസുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നടന്മാർക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ ഒരു ഏകോപനം എങ്ങനെയാണ്? ഈ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും കേസ് കൈമാറുകയാണോ, അതോ അതായത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ നടക്കുന്നത്? അതിന്റെ ഒരു വിശദാംശങ്ങൾ ഇന്നലെ പ്രധാനപ്പെട്ട യോഗം ചേർന്ന് ഇതിന്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ തീരുമാനിച്ചിരുന്നല്ലോ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇത് DGP ആദ്യത്തെ യോഗം വിളിച്ചു. പോലീസ് ആസ്ഥാനത്തായിരുന്നു ആദ്യത്തെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി. അതിനർത്ഥം ഈ ഇത്തരം കേസുകളെല്ലാം തന്നെ പ്രത്യേക സംഘം കൈകാര്യം ചെയ്യും എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് ADGP ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം FIR-കൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നേരിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഈ അന്വേഷണ സംഘം ഇത്തരം കേസുകൾ പരിശോധിക്കും, പരിഗണിക്കും. മാത്രവുമല്ല, ഇപ്പോൾ DGP നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ DGP വ്യക്തമാക്കിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോഴത്തെ സംഘം കടക്കേണ്ടതില്ല. അതിന് പുറത്തു വരുന്ന പരാതികളാണ്. ഈ പരാതികൾ പരിശോധിച്ചാൽ മതി. സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ട സാഹചര്യവുമില്ല. വളരെ വൈകാതെ തന്നെ ഈ പൊതു താൽപര്യ ഹർജി നേരത്തെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ കോടതി നിർദ്ദേശം വന്ന ശേഷം കോടതി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം. ഇപ്പോൾ റിപ്പോർട്ടിന് പുറത്ത് വരുന്ന പരാതികളുണ്ട്. അതെല്ലാം തന്നെ ലൈംഗിക അതിക്രമ കേസുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളാണ്. അത്തരം പരാതികൾ പരിശോധിക്കുകയും അതിൽ FIR എടുത്ത നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ കാര്യമാണ് DGP-യും ഈ സംഘത്തിന് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുവരെയുള്ള പോലീസ് നടപടികൾ അത് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോവുകയാണ്. പരാതികൾ ലഭിക്കുകയും ആ പരാതികളിൽ FIR എടുക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു അന്വേഷണവും ഏകോപനവും എല്ലാം തന്നെ ഈ പ്രത്യേക സംഘത്തിനായിരിക്കും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. എന്നാലും കൃഷ്ണന്തു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. ഒരുപക്ഷെ അത് എല്ലാ കേസുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയുള്ള അന്വേഷണമായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അപ്പോഴും ഇതിന്റെ മുന്നോട്ടുള്ള ഗതി കൃത്യമായ തെളിവില്ലാതെ, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കൃത്യമായ തെളിവില്ലാതെ, കൃത്യമായി മൊഴികൾ ഇവരൊക്കെ വന്ന് രേഖപ്പെടുത്താതെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, എന്താകും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.